എണീറ്റ് വരുമ്പോൾ തന്നെ ഈ വെളിച്ചം കണ്ടാൽ അറിയാമല്ലോ നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ കറി ഉണ്ടാക്കിയിട്ടാട്ടോ കിടന്നത്. കാരണം ഞായറാഴ്ച നല്ലോണം നേരം വൈകിട്ട് ഞാൻ എണീക്കുള്ളൂ. നേരെ ഏകദേശം ഒരു 9 മണിയെങ്കിലും ആവാതെ ആ കട്ട് വന്ന് ഞാൻ പൊന്നൂര. അപ്പോൾ ഇതാ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനേ ഉള്ളൂ. പൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കാണ്. അങ്ങനെ ആകുമ്പം എളുപ്പം പണി കഴിയുമല്ലോ. കുറച്ച് നേരം വൈകി എണീറ്റാലും ഒരു 10 മണിയുള്ളിലൊക്കെ തന്നെ ചായ കുടിക്കാൻ പറ്റും. അപ്പം ഞാൻ പൂരിക്കുള്ള പത്തിരിയൊക്കെ പരത്തി, പിന്നെ മൈദ, ആട്ട, റവ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ പൂരിക്ക് മാവ് റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ എണ്ണ അധികം കുടിക്കില്ല. മാത്രമല്ല നല്ലോണം പൊള്ളി വരികയും ചെയ്യും. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് കഴിക്കണം. നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഹാർഡായി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ചായപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചോറുണ്ടാക്കുകയാണ്. ചോറിന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള ഗീ റൈസ് ആദ്യം അവിടെ കുക്കറിൽ റെഡിയാക്കി വെച്ച്, പിന്നെ ഇനി എന്താണ് വെജിറ്റബിൾസ് അരിയണം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. പിന്നെ ഇതാണ് വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ, വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചത്. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഉപ്പേരിക്ക് കണക്കാക്കിയിട്ട് 4 സിപ്ലോ കവറിലാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ 3-4 ദിവസം ഞാൻ ഉപ്പേരിക്ക് അരിയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ട ഒരു മീൽ പ്ലാനും റെഡിയാക്കുന്നത് ഒരു പണിയെടുക്കുമ്പോൾ തന്നെ കുറച്ചധികം ചെയ്ത് വെക്കും. അപ്പോൾ ഇതാ നമ്മളെ പച്ചക്കറി ഒക്കെ നന്നായി സോട്ട് ചെയ്ത് വന്നാൽ രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടല ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതും ഇതിലിട്ട്, അപ്പോൾ പച്ചക്കറി നല്ല സോട്ടായി വന്നാൽ ഒരു ചെറുനാരങ്ങ എടുത്ത് വയ്ക്കുക. ഈസിയാണ്. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതാക്കുക. കുറച്ച് പിന്നെ എന്താ പറയുക, മസാല ഇടുക, ബിരിയാണി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ യോഗേട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആവുമല്ലോ യോഗേട്ട് കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റാട്ടോ ഈ മിൽക്ക് മിസ്റ്റിൻ്റെ യോഗേട്ട്. ഇവിടെ ഞാൻ ഇടുന്നത് യോഗേട്ടല്ല, അത് മിൽക്ക് മിസ്റ്റിൻ്റെ കേടാണ്. പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതാണ്. അപ്പോൾ പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബിരിയാണി പൊടി ഇടുക, അവിടെ ഒരു 5 മിനിറ്റ് ദമ്മിടുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് സൈഡായിട്ട് ഒന്ന് പപ്പടം പൊരിക്കുക. ഇനി ഒരു ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പൊരിക്കുക കേട്ടോ. ഇവിടെ ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മസാലയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു എരിവിന് വേണ്ടിയിട്ട് അതും ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തുള്ള പരിപാടിയും കഴിഞ്ഞ് ഇനി കുളിക്കുക, നിസ്കരിക്കുക, ചോറുണ്ണുക, കിടന്നുറങ്ങുക. അതാണ് ഞായറാഴ്ചത്തെ മെയിൻ പരിപാടി. അതായത് ഉറങ്ങുക. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി പെട്ടെന്ന് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചാൽ തന്നെ നമുക്കൊരു ഉറക്കം വരുമല്ലോ അല്ലേ. ഞായറാഴ്ച കൂടി ആകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.